നമസ്കാരം. DSP സിറാജ് ഒരു രക്ഷയില്ലാത്ത ഒരു പെർഫോമൻസ്, ഒരു തളർച്ചയില്ല, ഒരു പ്രശ്നമില്ല. 5 ടെസ്റ്റ് അടുപ്പിച്ച് കളിച്ചിട്ട് ഈ ഒരു ടെസ്റ്റിൽ എറിയുന്നൊരു ബോളറാണ്. ഒരു ലക്ഷണമില്ല പുള്ളിയുടെ ബോളിംഗ് കണ്ടു കഴിഞ്ഞാൽ. ഒരു രക്ഷയില്ലാത്ത എനർജി, ഒരു രക്ഷയില്ലാത്ത ഡെഡിക്കേഷൻ. സൂപ്പർ ബോളിംഗ്. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ടെസ്റ്റിൽ സിറാജ് ടയർഡ് ആയിരിക്കുമെന്ന് ഇതിൻ്റെ പ്രിവ്യൂവിൽ ഞാൻ പറഞ്ഞിരുന്നു. ഇന്നലെയും ഒരു സംശയം പറഞ്ഞിരുന്നു. പക്ഷേ സിറാജ് എൻ്റെ പൊന്ന് ഒരു രക്ഷയില്ല. എനർജി, ഇത്ര എനർജി എവിടുന്ന് എടുക്കുന്നത് സിറാജ്? ഒരു രക്ഷയില്ല. ബൂമറയൊക്കെ പരിക്കിൻ്റെ കാര്യത്തിൽ കൺസേൺഡ് ആയിട്ട് നമ്മൾ പറയുന്നു. പല ബോളേഴ്സിനെ പറ്റി വേൾഡ് ക്രിക്കറ്റിൽ പറയുന്നത്. എന്തിനാ പറയുന്നത്? യങ് ആയിട്ടുള്ള ബോളേഴ്സ്, ഇന്ത്യയുടെ തന്നെ ബോളേഴ്സ് വന്നിട്ട് 4ൻ്റെ അന്ന് പരിക്കുമായിട്ട് തിരിച്ചു കയറി പോകുന്ന ഒരു സാഹചര്യത്തിൽ സിറാജ് ഈ ഒരു ഫിറ്റ്നസും ഈ ഒരു ഡെഡിക്കേഷനും ഈ ഒരു എനർജിയും സമ്മതിച്ചു കൊടുത്തേ പറ്റത്തുള്ളൂ. 4 വിക്കറ്റ്, അതും ഏറ്റവും മെയിനായിട്ടുള്ള 4 വിക്കറ്റ്. പോപ്പ്, റൂട്ട്, ബ്രൂക്ക്, അതുപോലെ തന്നെ ബെത്തൽ. ഈ ഇത്രയും പ്രധാനപ്പെട്ട 4 വിക്കറ്റാണ് സിറാജിൽ നിന്ന് എടുത്തത്. സിറാജിൻ്റെ കാര്യം പറയാതെ ഒരു ഇഞ്ച് മുന്നോട്ട് ഇന്ന് പോകാൻ പറ്റില്ല. സൂപ്പർ ബോളിംഗ്. പ്രസിദ്ധ് കൃഷ്ണ നല്ല ബോളിംഗ് ആയിരുന്നു. അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് മുന്നോട്ട് പറയാം. ഇന്നത്തെ ദിവസം വളരെ ഫാസ്റ്റായിട്ടാണ് പോയത്. ഇന്ത്യ ബാറ്റിങ്ങിന് ഇറങ്ങി. പെട്ടെന്ന് തന്നെ ഇന്ത്യയെ അവർ മടക്കി കെട്ടി. 224 എന്ന് പറഞ്ഞൊരു സ്കോർ അടിക്കാൻ ഇന്ത്യക്ക് സാധിച്ചുള്ളൂ. ഇന്നലെ നമ്മൾ പറഞ്ഞിരുന്നു ഒരു 270 ഇന്ത്യ സ്കോർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നല്ലതാണെന്ന്. പക്ഷേ 270 അടുത്ത് 250 പോലും സ്കോർ ചെയ്യാൻ അവർ സമ്മതിച്ചില്ല. മറുപടി ബാറ്റിങ്ങിന് ഇംഗ്ലണ്ട് ഇറങ്ങി പെട്ടാന്ന് അടി തുടങ്ങി. 247 റൺ എടുക്കാനേ അവർക്ക് സാധിച്ചുള്ളൂ. പെട്ടെന്ന് ഫാസ്റ്റായിട്ട് പോയിട്ട് പെട്ടെന്ന് കൊളാപ്സായി. ഇന്ത്യ അവരെ എറിഞ്ഞൊതുക്കി. 24 റണ്ണിൻ്റെ ലീഡാണ് ഇംഗ്ലണ്ട് നേടിയത്. വീണ്ടും ഇന്ത്യ ബാറ്റിങ്ങിന് ഇറങ്ങുന്നു. ഇന്ത്യയുടെ 2 വിക്കറ്റ് നഷ്ടപ്പെടുന്നു. ഇന്നത്തെ ഒരു ദിവസം ഒരുപാട് കാര്യങ്ങൾ സംഭവിച്ചു. നമുക്ക് സെഷൻ ബൈ സെഷൻ നോക്കാം. ഫസ്റ്റ് സെഷനിൽ ഇന്ത്യയുടെ ലാസ്റ്റ് 3 വിക്കറ്റ് ഇംഗ്ലണ്ട് വളരെ പെട്ടെന്ന് തന്നെ എറിഞ്ഞിട്ടു. അറ്റ്കിൻസൺ സൂപ്പർ ബോളിംഗ് ആയിരുന്നു. 5 വിക്കറ്റ് ഹോൾ എടുത്തു. ഒരു രക്ഷയില്ല. വാഷിംഗ്ടൺ സുന്ദറിനെ എടുത്ത ആ ഒരു ട്രാപ്പൊക്കെ, ലെഗ് സൈഡ് ട്രാപ്പ്, വീണ്ടും അതിനകത്ത് വാഷിംഗ്ടൺ സുന്ദർ കൊണ്ട് തല വെച്ച് കൊടുത്തു. കരുൺ നായർ ഇന്നലെ തന്നെ ഒരുപാട് പ്രാവശ്യം ഇങ്ങനെ ഒരു കയ്യിലപ്പുറത്തിരിക്കുന്ന തേങ്ങ പോലെ ഇരുന്നാണ്. ഇന്ന് രാവിലെ തന്നെ കരുൺ നായർ മടങ്ങേണ്ടി വന്നു. അങ്ങനെ ഇന്ത്യ മൊത്തത്തിൽ പെട്ടെന്ന് തന്നെ മടങ്ങേണ്ടി വന്നു. പിന്നെ ഇംഗ്ലണ്ട് ബാറ്റിങ്ങിന് ഇറങ്ങിയിട്ട് ഒരു ബാറ്റിംഗ് കാഴ്ചവെച്ച അവർ ഓപ്പണിംഗ് പെയർ ഈ ഒരു ഡിഫിക്കൽട്ട് കണ്ടീഷനെയൊക്കെ ഓവർകം ചെയ്യാനായിട്ട് ഒരു അറ്റാക്ക്, ഒരു കൗണ്ടർ അറ്റാക്കിങ് സെറ്റപ്പ് അങ്ങോട്ട് എടുത്തു. ഈ ബെൻഡക്കറ്റും അതുപോലെ തന്നെ ക്രൗളിങ്ങോട് ഒരു രക്ഷയില്ലായിരുന്നു. സൂപ്പർ. ആ ഒരു സമയത്ത് ഇന്ത്യയുടെ കയ്യിൽ നിന്ന് കളി പോയെന്ന് സത്യം പറഞ്ഞാൽ വിചാരിച്ചു. ആ രീതിയിലായിരുന്നു ബാറ്റിംഗ്. അറ്റാക്കിംഗ് എന്ന് പറഞ്ഞാൽ 6 റൺസ് റൺ റേറ്റ് 6 റൺസിന് മേളിലാണ് അടിച്ചുകൊണ്ടിരുന്നത്. ആ ഒരു ഫസ്റ്റ് സെഷൻ, ഇന്നത്തെ ദിവസത്തെ ഫസ്റ്റ് സെഷൻ കഴിഞ്ഞപ്പോൾ ഇംഗ്ലണ്ട് 100 റൺസിന് മേളടിച്ചു. 106 എന്തോ റൺ അടിച്ചു. 1 വിക്കറ്റ് ഡക്കറിൻ്റെ വിക്കറ്റ് നഷ്ടപ്പെട്ടു. പക്ഷേ 6 റൺസിന് മേളിലായിരുന്നു റൺ റേറ്റ്. ഒരു രക്ഷയില്ലാത്ത രീതിയിൽ അവർ കയറി പൊയ്ക്കൊണ്ടിരിക്കുകയാണെന്ന് നമുക്ക് തോന്നിപ്പോയി. ഡക്കറിൻ്റെ വിക്കറ്റിൻ്റെ കാര്യം എടുത്തു പറയുന്നത്, ഡക്കറിൻ്റെ വിക്കറ്റ് എടുത്ത് നമ്മുടെ ആകാശ്ദീപാണ്. ഒരു രസകരമായിട്ടുള്ളൊരു സെൻഡ് ഓഫ് ഒക്കെ തോളത്ത് കൈയിട്ട് സെൻഡ് ഓഫ് പറഞ്ഞു വിട്ടു. ആ സെൻഡ് ഓഫ് സത്യം പറഞ്ഞാൽ അത്ര രസകരമായിട്ട് എനിക്ക് തോന്നിയില്ല. ഒരിക്കലും ഔട്ടായി നിൽക്കുന്നൊരു ബാറ്റ്സ്മാനെ തോളി കൈയിട്ട് കുശലം പറയുന്നത് ഒരു മിക്ക ബാറ്റ്സ്മാൻമാർക്ക് ഇഷ്ടപ്പെടാൻ സാധ്യത വളരെ കുറവാണ്. ഡക്കറ്റ് എന്തായാലും അതിനെ വളരെ സൗമ്യമായിട്ട് തന്നെ ഡീൽ ചെയ്തു. എന്തായാലും ഫസ്റ്റ് സെഷൻ അങ്ങനെ പോയി. സെക്കൻഡ് സെഷനിലേക്ക് വന്നപ്പോഴത്തേക്ക് പിന്നീട് ഇന്ത്യയുടെ ഒരു തിരിച്ചുവരവായിരുന്നു. പ്രത്യേകിച്ചും DSP സിറാജിൻ്റെ ബോളിങ്ങിനെ പറ്റി നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. ഫസ്റ്റ് തന്നെ പോപ്പിൻ്റെ വിക്കറ്റ് നിപ്പിൻ ചെയ്തൊരു ബോള്, LBW പോപ്പ് മുട്ടുകാലിലിരുന്ന് പോയി, അതുപോലെ ഒരു ബോൾ. അതിനുശേഷം വന്നിട്ട് ജോ റൂട്ടിൻ്റെ വിക്കറ്റ്, അതും സെയിം LBW അവിടെ ഇരുന്ന് പോയി. ബെത്തലിൻ്റെ വിക്കറ്റ്, ഒരു ലെഫ്റ്റ് ഹാൻഡർ നേരെ അകത്തേക്ക് എറിയുന്നു. ബെത്തലിന് ഒരു ക്ലൂ കിട്ടില്ല. കാല് ഇപ്പുറ സൈഡിലിരിക്കുന്ന ബോൾ അകത്തേക്ക് എറിയുന്നു. സൂപ്പറായിട്ടുള്ളൊരു ബോൾ. 3 വിക്കറ്റ്, ഒരു രക്ഷയില്ല. എന്ന് പറഞ്ഞാൽ ബാറ്റ്സ്മാൻ ഒരു ക്ലൂ കൊടുക്കാത്ത രീതിയിലുള്ള സൂപ്പർ ബോളിംഗ് എക്സലൻസ്. അത് മാത്രമല്ല സിറാജ് വന്ന് എറിയുന്ന എനർജി ഒരു രക്ഷയില്ല. സമ്മതിച്ച് കൊടുത്ത ഒരു സിറാജ്. ഒരുപാട് വിമർശനങ്ങളൊക്കെ ഇതിനു മുമ്പ് ഞാൻ BGTയുടെ സമയത്ത് സിറാജ് അല്ലാതെ ഓപ്ഷൻ ഇന്ത്യക്ക് ഉണ്ടോ എന്നൊക്കെ നോക്കുന്ന കാര്യമൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അത് എന്താ പറയുന്നത്, ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാനായിട്ട് പറ്റത്തില്ല എന്ന് തോന്നിയതുകൊണ്ട് ആ സമയത്ത്. പക്ഷേ ബൂമറ ഇല്ലാത്ത സമയത്ത്, അന്നും ഇന്നും ബൂമറ ഇല്ലാതായി കഴിഞ്ഞാൽ സിറാജ് വേറൊരു ബീസ്റ്റായിട്ട് മാറുന്നത് നമ്മൾ കാണുകയാണ്. അതിൻ്റെ ഒരു ഗുട്ടൻസ് എന്താണെന്ന് മനസ്സിലാവുന്നില്ല. ബൂമറ ഇല്ലാന്നുണ്ടെങ്കിൽ സിറാജ് വേറെ ലെവൽ. എനിക്ക് തോന്നുന്നു ഒരു മെയിൻ ക്യാരക്ടർ, ഒരു ഇമ്പോർട്ടൻസ് സിറാജിന് കിട്ടുന്നത് കൊണ്ടാണോ എന്താണെന്ന് അറിയില്ല. ബൂമറ എപ്പോൾ ഇല്ലാതാവുന്നു സിറാജ് ഒരു ബീസ്റ്റായിട്ട് മാറി. ഇന്ത്യക്ക് സൂപ്പറായിട്ടുള്ള, അതായത് ഇന്ത്യയുടെ കുന്തമനായിട്ട് സിറാജ് മാറും. അതൊരു സ്ട്രേഞ്ച് ആയിട്ടുള്ള കാര്യമാണ്. എന്തായാലും വേറൊരാളും കൂടെ ഇന്ന് അപ്രതീക്ഷിതമായിട്ട് മികച്ച പെർഫോമൻസ് കാഴ്ചവെച്ചു പ്രസിദ്ധ് കൃഷ്ണ. നമ്മളെല്ലാവരും വിമർശിച്ചിരുന്ന പ്രസിദ്ധ് കൃഷ്ണ തന്നെ സൂപ്പറായിട്ട് ബോൾ ചെയ്തു. പ്രസിദ്ധ് കൃഷ്ണ ആദ്യം കളിച്ചിരുന്ന ടെസ്റ്റിലൊക്കെ നമുക്കറിയാം ലെങ്ത് കുറച്ച് പുറകിലേക്ക് മാറ്റിയാണ്. ഇംഗ്ലണ്ടിൻ്റെ കണ്ടീഷൻസിന് അനുയോജ്യമല്ലാത്ത രീതിയിലാണ് പ്രസിദ്ധ് കൃഷ്ണ എറിഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേ ഇന്നത്തെ ദിവസം പ്രസിദ്ധ് കൃഷ്ണ അത് കൃത്യമായിട്ട് അഡ്ജസ്റ്റ് ചെയ്തു. കുറച്ചും കൂടെ ഫുള്ളർ ലെങ്ത്, ബോളിന് സ്വിങ് ചെയ്യാൻ അവസരം ഉണ്ടാകുന്ന രീതിയിൽ ഫുള്ളർ ലെങ്ത് ആയിട്ട് എറിയാനായിട്ട് പ്രസിദ്ധ് കൃഷ്ണയ്ക്ക് സാധിച്ചു. അതുമാത്രമല്ല, ആ ഫുള്ളർ ലെങ്ത് എറിയുന്നതിൻ്റെ കൂട്ടത്തിൽ ഓഡ് ബോൾസ്
കുറച്ച് ഒരു ഷോർട്ട് ബോൾസ് പ്രോപ്പറായിട്ട് യൂസ് ചെയ്യാനും പ്രസിദ്ധ് കൃഷ്ണയ്ക്ക് സാധിച്ചു. അതിനകത്താണ് 2 വിക്കറ്റ് കിട്ടിയത്. അതുകൊണ്ട് പിന്നെ ഒരു LBW, ഒരു സ്ലിപ്പിലൊരു ക്യാച്ച്. സൂപ്പറായിട്ട് ബോൾ ചെയ്തു. സിറാജിന് ഒത്ത സപ്പോർട്ട് കൊടുത്തു. അതുകൊണ്ടാണ് ഇംഗ്ലണ്ടിനെ ഈ ഒരു സ്കോറിൽ ഇന്ത്യക്ക് മടക്കാനായിട്ട് പറ്റിയത്. നമ്മൾ ഇന്നലെ ഒരു കൺസേൺ ഞാൻ പറഞ്ഞിരുന്നു, ഇന്ത്യയുടെ ബോളിംഗ് ഈ 3 പേസ് ബോളേഴ്സിനെ വെച്ചിട്ട് എങ്ങനെ ഇന്ത്യ മാനേജ് ചെയ്യുന്നു. അതിന് സത്യം പറഞ്ഞാൽ ഇംഗ്ലണ്ട് സഹായിച്ചു എന്നുള്ളതാണ് വാസ്തവം. ഇംഗ്ലണ്ട് ധൃതി കാണിച്ചു. ഫസ്റ്റ് ആ ഒരു ഓപ്പണിങ്ങിൽ അത്ര നല്ലൊരു തുടക്കം കിട്ടിയതിന് ശേഷം ജോ റൂട്ടും അതുപോലെ തന്നെ പോപ്പും കളിച്ചുകൊണ്ടിരുന്ന സമയത്ത് ജോ റൂട്ടും പ്രസിദ്ധ് കൃഷ്ണയുടെ ഒരു പ്രശ്നം ഉണ്ടാകുന്നുണ്ട്. ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും വാഗ്വാദം ഉണ്ടാകുന്നുണ്ട്. അമ്പയർ ഇടപെടുന്നുണ്ട്. KL രാഹുൽ വന്ന് ഇടയ്ക്ക് കയറുന്നുണ്ട്. ആ ഒരു സംഭവത്തോടെ ജോ റൂട്ടിൻ്റെ കൂള് നഷ്ടമായി. ജോ റൂട്ടിൻ്റെ കൂളിന് നഷ്ടമാകുന്നത് ഞാൻ ശരിക്കും പറഞ്ഞാൽ ഇതുവരെ കണ്ടിട്ടേ ഇല്ല. ഇത്ര അഗ്രസീവായിട്ട് ജോ റൂട്ട് പെരുമാറുന്നത്. അവിടുന്ന് അങ്ങോട്ട് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ബോഡി ലാംഗ്വേജിൽ തന്നെ ജോ റൂട്ടിന് ആ ഒരു കൂള് നഷ്ടമായി. 1-2 ബൗണ്ടറികളൊക്കെ പ്രസിദ്ധ് കൃഷ്ണനെ അടിച്ചു. പക്ഷേ ടെസ്റ്റിൽ അതല്ലല്ലോ ഇമ്പോർട്ടൻ്റ്. അവിടെ ലോങ് അവിടെ നിൽക്കുക എന്നുള്ളതാണ് ഇമ്പോർട്ടൻ്റ്. അവിടെ റൂട്ട് പരാജയപ്പെടുന്നു. അതിനുശേഷം ഇംഗ്ലണ്ട് ഒരു കൊളാപ്സിലേക്ക് പോകുന്നു. അവിടെ മൊത്തത്തിൽ ശരിക്കും പറഞ്ഞാൽ ആ ഒരു പാർട്ണർഷിപ്പ് റൂട്ടും പോപ്പും കൂടെ അവിടെ നിന്നിരുന്നുണ്ടെങ്കിൽ, ടൈം സ്പെൻഡ് ചെയ്തിരുന്നുണ്ടെങ്കിൽ, 3rd സെഷനിലേക്ക് വരുമ്പോൾ അവർക്ക് കുറച്ചും കൂടെ റണ്ണ് സ്കോർ ചെയ്യാമായിരുന്നു. ആ ഒരു ട്രിക്ക് ഇംഗ്ലണ്ട് നഷ്ടപ്പെട്ടു. അതിനുശേഷം ഇന്ത്യ മനോഹരമായിട്ട് ബോൾ ചെയ്തിട്ട് ഇംഗ്ലണ്ടിനെ 247 എന്ന് പറഞ്ഞൊരു സ്കോറിൽ തളച്ചിട്ടാനായിട്ട് ഇന്ത്യക്ക് സാധിച്ചു. അവസാനത്തെ വിക്കറ്റ് എടുത്തത് സിറാജാണ്. ബ്രൂക്കിൻ്റെ വിക്കറ്റ്. ബ്രൂക്ക് ഒരു സൂപ്പർ ഒരു ഷോട്ട് കളിച്ച് പറയണം, ഒരു രക്ഷയില്ല. അതായത് ലാസ്റ്റ് വിക്കറ്റും പോയി, ഒരു വിക്കറ്റും കൂടെ ബാക്കിയുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ ഋഷഭ് പന്തൊക്കെ കളിക്കുന്ന മോഡലിൽ ഒരു സ്കൂപ്പെന്നോ അതിനെന്ത് പറയേണ്ടത് അറിയില്ല, ഫൈൻ ലെഗിലേക്ക് ഒരു ഷോട്ട് അടിച്ചു. ഒരു രക്ഷയില്ല. ഞാൻ ഈ അടുത്തെങ്കിലും ഇങ്ങനെ ഒരു ഷോട്ട് ടെസ്റ്റ് ക്രിക്കറ്റിൽ കളിക്കുന്നുണ്ടല്ലോ, സൂപ്പറായിരുന്നു, കാണാൻ അടിപൊളിയായിരുന്നു. ആ ഷോട്ടൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ ബ്രൂക്ക് കുറച്ച് റണ്ണ് ലീഡ് കൂട്ടാനുള്ളൊരു പരുവത്തിൽ ഇങ്ങനെ ഇരുന്നപ്പോഴാണ് സിറാജ് ബ്രൂക്കിനെ കൂടെ ഔട്ടാക്കി അവിടെ മടക്കുന്നത്. പിന്നീട് ഇന്ത്യ ബാറ്റിങ്ങിലേക്ക് വരികയാണ്. ഇന്ത്യ ബാറ്റിങ്ങിന് വന്നു. ആദ്യത്തെ 2 ഓവറിൽ റണ്ണൊന്നും അടിച്ചില്ല. ഞാൻ വിചാരിച്ചു ഇന്ത്യ സ്ലോ ആയിട്ട് കളിക്കാൻ പോകാണെന്ന് പറഞ്ഞു. ജയ്സ്വാൾ അവിടെ നിന്ന് ഒരു കാല് കൊടുത്തു, ഒരു ആക്സലറേഷൻ കൊടുത്തു, ഒരു രക്ഷയില്ല. സൂപ്പറായിട്ട് ബാറ്റ് ചെയ്തു. അഗ്രസീവ് ക്രിക്കറ്റ്. അതായത് എന്താണോ ഡക്കറ്റ് കാണിച്ചിരുന്നത്, എന്താണോ ക്രൗളി കാണിച്ചിരുന്നത്, അത് ഇന്ത്യയുടെ വെർഷനായിട്ട് ജയ്സ്വാൾ കാണിച്ചു. സൂപ്പറായിട്ടുള്ള ബാറ്റിംഗ് ആയിരുന്നു. പക്ഷേ KL രാഹുലിന് ഒരു സൈഡിൽ നിന്ന് വിക്കറ്റ് നഷ്ടപ്പെട്ടു. നമുക്ക് KL രാഹുൽ അതേപോലെ നമ്മളിപ്പോൾ കഴിഞ്ഞ ഇന്നിങ്സിൽ ഔട്ടായതുപോലെ തന്നെ, അല്ല ഇതിനു മുമ്പ് ഈ ഒരു സീരീസിൽ പല പ്രാവശ്യം KL രാഹുൽ ഔട്ടായതുപോലെ ഒരു 6th സ്റ്റമ്പിൽ വരുമ്പോൾ KL രാഹുലിന് ഒന്നെങ്കിൽ ഒരു സ്ലിപ്പിലേക്ക് ക്യാച്ച് പോകുന്നു, ഇല്ലെങ്കിൽ ഒരു ഇൻസൈഡ് എഡ്ജ് ഒക്കെ അടിച്ചിട്ട് ഔട്ടാവുന്നത് നമ്മൾ ഇന്നലെ പറഞ്ഞിരുന്നു. അതേപോലെ തന്നെ ഒരു 6th സ്റ്റമ്പിൽ 7th സ്റ്റമ്പ് വന്ന ഒരു ബോളിൽ തന്നെയാണ് KL രാഹുൽ ഇന്ന് ഔട്ടായത്, സ്ലിപ്പിൽ ക്യാച്ച് കൊടുത്തിട്ട്. എന്നാൽ KL രാഹുൽ ഔട്ടായി. അതിനുശേഷം വന്നത് സായ് സുദർശനാണ്. സായ് സുദർശനെ അറ്റ്കിൻസൺ ഒരു സൂപ്പറായിട്ടുള്ളൊരു ബോളിൽ ഔട്ടാക്കി. അതായത് പ്ലംബ്, അത് ഇരുന്ന് പോയി. ഇത് നമ്മൾ പോപ്പിൻ്റെയും റൂട്ടിൻ്റെയും കാര്യം പറഞ്ഞാൽ ഇരുന്ന് പോയി. അതുപോലെ ഒരു നിപ്പിൻ ബോളിനകത്ത് സായ് സുദർശൻ പെട്ടു. റിവ്യൂ ചെയ്തു. അവിടെ എന്തോ ഒരു സംസാരമൊക്കെ ഉണ്ടായി. സായ് സുദർശൻ തിരിച്ച് കയറി പോകുന്ന സമയത്ത് ഡക്കറ്റുമായിട്ട് എന്തോ ഒരു അറസലൊക്കെ ഉണ്ടായി. ഇങ്ങനെ ചൂട് പിടിച്ചുകൊണ്ടിരിക്കുകയാണ് മൊത്തത്തിൽ. അതിനുശേഷം നൈറ്റ് വാച്ച്മാനായിട്ട് നമ്മുടെ ആകാശ്ദീപാണ് വരുന്നത്. ആകാശ്ദീപ് 2 ബൗണ്ടറിയൊക്കെ അടിച്ചു. ഒരു വലിയ കുഴപ്പമില്ലാതെ വിക്കറ്റ് നഷ്ടപ്പെടാതെ ഇന്ത്യയുടെ ഇന്നിങ്സ് അവസാനിച്ചു. അവസാനം സ്പിന്നറിനെ വെച്ച് ബോൾ ചെയ്യാൻ താല്പര്യമുണ്ടോ എന്ന് അമ്പയർ നമ്മുടെ പോപ്പിനോട് ചോദിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ പോപ്പിന് താല്പര്യമില്ല. സ്പിന്നറിനെ വെച്ച് ബോൾ ചെയ്തിട്ട് കുറച്ചധികം റൺസ് കൊടുക്കാനായിട്ട് താല്പര്യമില്ലാത്തതുകൊണ്ട് താല്പര്യമില്ല എന്ന് പറഞ്ഞ് അതോടെ ഇന്നത്തെ ദിവസം അവിടെ അവസാനിച്ചു. ഇനി നാളത്തെ ദിവസം ഈ ഒരു ടെസ്റ്റിനെ സംബന്ധിച്ചും അതുപോലെ ഈ ഒരു സീരീസിനെ സംബന്ധിച്ചും ഏറ്റവും നിർണായകമായിട്ടുള്ളൊരു ദിവസമാണ്. കാരണം ഇന്ത്യയുടെ മുമ്പിൽ ഇനി 8 വിക്കറ്റ് ഉണ്ട് ഇന്ത്യക്ക് ബാറ്റ് ചെയ്യാനായിട്ട്. ഇന്ത്യയുടെ മുമ്പിൽ മാത്രമല്ല ഇംഗ്ലണ്ടിൻ്റെ മുമ്പിലും ഇനി 3 ദിവസമാണ് നടക്കുന്നത്. അപ്പോൾ ഇന്ത്യ എത്ര സ്കോർ അടിക്കണം, ഇംഗ്ലണ്ടിൻ്റെ മുന്നിലേക്ക് വെക്കണം എന്നുള്ളൊരു ഡൗട്ടുണ്ട്. ഈ ഒരു പിച്ചിൻ്റെ പ്രത്യേകത 3ാമത്തെ ദിവസവും 4ാമത്തെ ദിവസവും ബാറ്റിങ്ങിന് നല്ല അനുകൂലമാണ്. 5ാമത്തെ ദിവസം വലിയ കുഴപ്പമില്ലാന്നേ ഉള്ളൂ, എങ്കിലും വലിയ മോശമല്ല ബാറ്റിങ്ങിന്. അപ്പോൾ അങ്ങനെയുള്ളൊരു പിച്ചിൽ ഇന്ത്യ നാളത്തെ ദിവസം ഫുള്ള് ബാറ്റ് ചെയ്യണം എന്നുള്ളതാണ് എന്നെ സംബന്ധിച്ച് പ്രയോറിറ്റി. എത്ര റൺ അടിക്കുന്നതിന് ഉപരി ഇന്ത്യ ഇനി 300 അടിക്കുന്നു 400 അടിക്കുന്നു എന്നുള്ളതല്ല. നാളത്തെ ദിവസം ഫുൾ ഇന്ത്യ ബാറ്റ് ചെയ്യണം. 4ാമത്തെ ദിവസവും മാക്സിമം ഒരു പകുതി വരെയെങ്കിലും, ഒരു ലഞ്ചും കഴിഞ്ഞ് ഒരു ടീയുടെ അടുത്ത് വരെയെങ്കിലും ഇന്ത്യക്ക് ബാറ്റ് ചെയ്യാൻ സാധിക്കണം എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം 4ാമത്തെ ദിവസം ബാറ്റിങ്ങിന് അനുകൂലമാണ്. ആ 4ാമത്തെ ദിവസം ഇംഗ്ലണ്ടിന് ബാറ്റ് ചെയ്യാൻ കൊടുക്കരുത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആ 4ാമത്തെ ദിവസം ഇംഗ്ലണ്ടിന് ബാറ്റ് ചെയ്യാൻ കൊടുക്കരുത് ഫുൾ ഡേ. ഒരു പാതിയെങ്കിലും ഇന്ത്യക്ക് ബാറ്റ് ചെയ്യാൻ പറ്റണം. അപ്പോൾ 1.5 ദിവസം ഇന്ത്യ ബാറ്റ് ചെയ്യണം. 300+ റൺ, ഒരു 400 റൺസ് അടുപ്പിച്ച് ഇന്ത്യ അടിക്കണം. തീർച്ചയായിട്ടും 3rd ഡേ 4th ഡേ ബാറ്റിങ്ങിനെ സപ്പോർട്ട് ചെയ്യുന്നതാണ് ഇന്ത്യക്ക് 400 അല്ലെങ്കിൽ അറൗണ്ട് ആ ഒരു റൺ അടിക്കാൻ പറ്റുമെന്ന് തന്നെ ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. ഇപ്പോൾ ഇതുവരെ കണ്ടതുപോലെയല്ല, ഗ്രീൻ ടോപ്പ് ഗ്രാസൊക്കെ ഒന്ന് കുറഞ്ഞിട്ട് നാളെ ഒരു പകുതിയൊക്കെ ആകുമ്പോൾ തന്നെ ബാറ്റിങ്ങിന് നല്ല ഫ്രണ്ട്ലി ആവും. അവിടെ നിന്ന് വിരിച്ച് കിടന്ന് അവിടെ നിന്ന് റണ്ണടിക്കാൻ ഇന്ത്യക്ക് പറ്റണം. ഇല്ലയെന്നുണ്ടെങ്കിൽ ഇന്ത്യക്ക് വലിയൊരു പ്രശ്നം അവിടെ സംഭവിക്കും. കാരണം ഈ ഒരു ബാറ്റിങ്ങിന് അനുകൂലമായിട്ടുള്ളൊരു സംഭവം ഇംഗ്ലണ്ടിന് കിട്ടും. ഇപ്പോൾ നാളെ ഇന്ത്യക്ക് ഫുൾ ഡേ ബാറ്റ് ചെയ്യാൻ പറ്റിയില്ല, അല്ലെങ്കിൽ മറ്റന്നാൾ പെട്ടെന്ന് ഇന്ത്യക്ക് പോയാൽ 4th ഡേ ഇംഗ്ലണ്ട് ബാറ്റ് ചെയ്താലും നാളെ ഇനി ഇന്ത്യ പെട്ടെന്ന് ഔട്ടായി ഇനി 300 റൺ അടിച്ചാലും 350 റൺ അടിച്ചാലും ഇംഗ്ലണ്ടിൻ്റെ മുമ്പിലേക്ക് ഒരു 4th ഡേ ബാറ്റിങ്ങിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു 4th ഡേ അവരുടെ മുമ്പിൽ കിട്ടിക്കഴിഞ്ഞാൽ അവർ റൺ അടിക്കും.
ഇന്ത്യക്ക് പ്രത്യേകിച്ചും ഈ ഒരു ബോളേഴ്സിൻ്റെ സിറാജ് ഇപ്പോൾ നന്നായിട്ട് ബോൾ ചെയ്തു. പക്ഷേ ഈ ബോളേഴ്സിനെല്ലാം രണ്ടാം ഇന്നിങ്സിലേക്ക് വരുമ്പോൾ ഇതേ എനർജിയിൽ ഇതേ ഇൻറ്റൻസിറ്റിയിൽ ബോൾ ചെയ്യാൻ പറ്റണമെന്നില്ല. കാരണം ഇന്നത്തെ ദിവസം ഇംഗ്ലണ്ടിലെ ബാറ്റ്സ്മാരോട് സഹായിച്ചിട്ടാണ് അധികം ബോൾ ചെയ്യേണ്ടി വരാതിരുന്നത്. കാരണം അതിനു മുമ്പ് സംഭവം എല്ലാം പെട്ടെന്ന് തന്നെ കഴിഞ്ഞു. എനിക്ക് തോന്നുന്നു ഒരു 50 ഓവർ എറിഞ്ഞപ്പോൾ തന്നെ 50-55 ഓവർ എറിഞ്ഞപ്പോൾ തന്നെ ഇംഗ്ലണ്ടിൻ്റെ പരിപാടി കഴിഞ്ഞു. അങ്ങനെയല്ല, ഇനി മുന്നോട്ടുള്ള ഒരു സെക്കൻഡ് ഇന്നിങ്സിൽ ഇംഗ്ലണ്ട് ബാറ്റ് ചെയ്യാൻ വരുമ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ഒരു 90 ഓവർ ബാറ്റ് ചെയ്യണം, അല്ലെങ്കിൽ ഒരു 120 ഓവർ ഇംഗ്ലണ്ട് ബാറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത്രയും നേരം എറിഞ്ഞ് നിൽക്കാനായിട്ട് ഇന്ത്യയുടെ ബോളേഴ്സിന് വളരെ ബുദ്ധിമുട്ടായിരിക്കും. സോ ഇന്ത്യ മാക്സിമം റൺ അടിക്കുക എന്നുള്ളതിലുപരി നാളെയും മറ്റന്നാളും ഒരു പകുതിയും കളിക്കുക എന്നുള്ളതാണ് എന്നെ സംബന്ധിച്ച് എനിക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നുന്നത്. എങ്കിലേ ഇംഗ്ലണ്ടിന് മുമ്പിലേക്ക് ഒരു 1.5 ദിവസം ഇംഗ്ലണ്ട് മുമ്പിൽ കൊടുത്തിട്ട് ഇംഗ്ലണ്ട് എറിഞ്ഞിടാനായിട്ട് തീർച്ചയായിട്ടും ഇന്ത്യക്ക് സാധിക്കും. ഇംഗ്ലണ്ടിനെ സംബന്ധിച്ചാണെങ്കിൽ ഇന്ത്യ എത്രയും പെട്ടെന്ന് റൺ അടിക്കുകയില്ല എന്നുള്ളതല്ല, എത്രയും പെട്ടെന്ന് മടക്കുക എന്നുള്ളതാണ് ഇംഗ്ലണ്ടിനെ സംബന്ധിച്ച് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം. ഇന്ത്യ ഇനി നാളെ മൊത്തം ബാറ്റ് ചെയ്തിട്ട് ഒരു 320 അല്ലെങ്കിൽ ഒരു 330 റൺസ് അടിച്ച് ഇംഗ്ലണ്ട് മുമ്പിലേക്ക് വെച്ചാലും എന്നെ സംബന്ധിച്ച് അവിടെ ഒരു അപകടം ഞാൻ മടക്കുന്നുണ്ട്. ഇംഗ്ലണ്ടിനെ ചേസ് ചെയ്യാൻ ഒരുപക്ഷെ പറ്റും. ഇനി ഇവരുടെ ഈ അതിബുദ്ധി കാരണം, ഇവരുടെ ഈ ബാസ് ബോളൊക്കെ കാരണം അവർ തൊലച്ചില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് 4ാമത്തെ ദിവസം ഫുള്ള് ബാറ്റ് ചെയ്യാൻ കിട്ടി 5ാമത്തെ ദിവസം കുറച്ച് ടൈം കൂടെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഒരു 350 ഒക്കെ വേണമെങ്കിലും ചേസ് ചെയ്യാൻ പറ്റും. അപകടമാണ് ഇന്ത്യ 350 അടിച്ചിട്ട് നാളത്തെ അല്ലെങ്കിൽ 4th ഡേ അവരെ ബാറ്റ് ചെയ്യാൻ വിട്ടു കഴിഞ്ഞാൽ. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും പറയുന്നത്, ഇന്ത്യ 4ാമത്തെ ദിവസം പകുതി വരെയെങ്കിലും ബാറ്റ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. ഇംഗ്ലണ്ടിന് 4ാം ദിവസം ബാറ്റ് ചെയ്യാൻ കൊടുക്കരുത്. പ്രത്യേകിച്ചും ഡക്കറ്റിനും ക്രൗളിക്കൊന്നും അവരൊക്കെ നല്ല ഫോമിലാണ്. കഴിഞ്ഞ ടെസ്റ്റിൻ്റെ 2ാമത്തെ ഇന്നിങ്സിൽ കളിച്ച പോലെ തന്നെ ഈ ഒരു ഇന്നിങ്സിൽ നന്നായിട്ട് കളിച്ചു. അപ്പോൾ സെക്കൻഡ് ഇന്നിങ്സ് വരുമ്പോൾ 4ാമത്തെ ദിവസം ബാറ്റിങ്ങിന് അഡ്വാൻറ്റേജ് ഉള്ള സ്ഥലത്ത് ഇവർ നന്നായിട്ട് ബാറ്റ് ചെയ്യും. അവർക്ക് ചേസ് ചെയ്യാൻ ഒരുപക്ഷെ പറ്റും. ഇന്ത്യ അവിടെ ഒരു വലിയ മണ്ടത്തരം കാണിക്കരുതെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. എന്തായാലും അതാണ് എൻ്റെ ഒരു വിലയിരുത്തൽ. നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയണം. ഈ എത്ര സ്കോർ ഇന്ത്യ എടുക്കണം എന്നുള്ള കാര്യത്തിൽ. എനിക്കൊരു 350 റൺസോ അല്ലെങ്കിൽ 400 റൺസ് ഇന്ത്യ അടിക്കണമെന്ന് തന്നെയാണ് ആഗ്രഹം. പക്ഷേ അതിലുപരി ഞാൻ ഈ പറഞ്ഞ പോലെ 4ാം ദിവസം ഒരു പകുതി വരെയെങ്കിലും ബാറ്റ് ചെയ്യണം എന്നുള്ളതാണ് എന്നെ സംബന്ധിച്ച് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ 2ാം ദിവസത്തിൻ്റെ റിവ്യൂ ഇത്രയേ ഉള്ളൂ. എൻ്റെ അഭിപ്രായങ്ങൾ ഇതൊക്കെയാണ്. പക്ഷേ 2ാം ദിവസത്തിനെക്കാട്ടിലുപരി 3ാം ദിവസത്തിലേക്കാണ് ഞാൻ ഉറ്റുനോക്കുന്നത്. കാരണം നിർണായകമായൊരു ദിവസമാണ്. ഈ ഒരു ടെസ്റ്റിനെ സംബന്ധിച്ചും ഈ ഒരു സീരീസിനെ സംബന്ധിച്ചും ഇന്ത്യക്ക് സമനില പിടിക്കാൻ പറ്റും, ഇംഗ്ലണ്ട് ഈ സീരീസ് വിൻ ചെയ്യുമോ എന്നൊക്കെ ഉള്ളത് നിർണ്ണയിക്കുന്ന നാളത്തെ ഒരു ദിവസം വളരെ നിർണായകമാണ്. ഇന്ത്യ എങ്ങനെ അത് എടുക്കുന്നു, ഇന്ത്യയുടെ അപ്രോച്ച് എന്തായിരിക്കും, അതുപോലെ തന്നെ ഇംഗ്ലണ്ട് എങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്നു എന്നൊക്കെ അറിയാനായിട്ട് തീർച്ചയായിട്ടും താല്പര്യമുണ്ട്. നിങ്ങൾ ഇത്രയും നേരം ഈ വീഡിയോ കണ്ടുകൊണ്ടിരുന്നവരെ എനിക്കൊരു സഹായം ചെയ്യണം. തീർച്ചയായിട്ടും നാളെ ഇന്ത്യ എത്ര സ്കോർ ചെയ്യണം, അല്ലെങ്കിൽ സെക്കൻഡ് ഇന്നിങ്സിൽ ഇന്ത്യ എത്ര സ്കോർ ചെയ്യണം എന്നുള്ളത് തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായം വെക്കണം. നിങ്ങളുടെ ഒരു അസസ്മെൻറ്റ് എന്താണ്, എത്രയായിരിക്കണം സ്കോർ, ഇന്ത്യയുടെ സ്ട്രാറ്റജി എന്തായിരിക്കണം എന്നുള്ള കാര്യത്തിൽ തീർച്ചയായിട്ടും എനിക്ക് അറിയാൻ ആഗ്രഹമുണ്ട്. അതുപോലെ തന്നെ മറ്റ് സിറാജിനെ പറ്റിയിട്ട് ഇന്നത്തെ മറ്റ് കാര്യങ്ങളെ പറ്റിയിട്ടുള്ള അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ പങ്കുവെക്കുക. അപ്പോൾ നാളത്തെ മാച്ചിൻ്റെ റിവ്യൂ ആയിട്ടോ അല്ലെങ്കിൽ മറ്റൊരു ക്രിക്കറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോയിൽ വീണ്ടും കാണുന്നതിന് വരെ ബൈ.